ഓക്കെ, അപ്പം അടുത്ത നമുക്ക് നോക്കാൻ പോകുന്നത് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്താണെന്ന് നോക്കിയേ. ദ മിനിമം ഡിസ്റ്റൻസ് ഓപ്പൺ ടു ദ വിഷൻ ഓഫ് എ ഡ്രൈവർ ഓഫ് എ വെഹിക്കിൾ ഇന്റൻഡിങ് ടു ഓവർടേക്ക് slow vehicle or with safety against the traffic of opposite direction is known as minimum overtaking side distance or safe passing side distance. ഒന്നെങ്കിൽ ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ സേഫ് പാസിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെഹിക്കിൾ ഒന്നുമില്ല, സംഭവം സിമ്പിൾ ആയിട്ട് മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. ഒരു വെഹിക്കിളിനെ വേറൊരു വെഹിക്കിളിനെ ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു വെഹിക്കിളിന് വേറൊരു വെഹിക്കിളിനെ ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നതിന് മുന്നേ എതിരെ വരുന്ന വണ്ടി ഉണ്ടോ, എതിരെ വേറെ വെഹിക്കിൾ ഉണ്ടോ, ആ എതിരെ ഒരു വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടീനെ നമ്മൾ കൊളൈഡ് ചെയ്യാണ്ട് എനിക്ക് ഓവർടേക്ക് ചെയ്തങ്ങ് അപ്പുറത്ത് എത്താൻ പറ്റുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ സമയമെടുത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നതല്ല, ഇതൊക്കെ ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മളൊന്ന് ചിന്തിച്ച് നമ്മുടെ മനസ്സിലൂടെ പോകുന്നുണ്ട്. അതിനനുസരിച്ചാണ് നമ്മളത് ഓവർടേക്ക് ചെയ്യുന്നത്. അതിനെയാണ് അപ്പം അത് ആ ഒരു മിനിമം ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ മാത്രമേ, അപ്പുറത്തുനിന്ന് വരുന്ന ഒരു വെഹിക്കിളിന്റെ വരുന്ന കൊളീഷൻ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള മിനിമം ഡിസ്റ്റൻസ് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഓവർടേക്കിംഗ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അതിന്റെ കേസിനെ പറ്റി പഠിക്കുന്നതാണ് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. As per IRC, the distance measured along the center line of the road, which a driver with his eye level at 1.2 meter above the road surface can see the top of an object of 1.2 meter above the road surface. ഓക്കെ, അപ്പൊ 1.2 മീറ്റർ എന്നാണ് ഒരു സ്റ്റാൻഡേർഡ് IRC പറയുന്ന ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് അല്ല, ഒരു ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്ട് ആൻഡ് ഹൈറ്റ് ഓഫ് ദി ഐ ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ്, എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എന്ന് നോക്കിയേ. OSDനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒന്ന് സ്പീഡ് ഓഫ് ഓവർടേക്കിംഗ് വെഹിക്കിൾ. ഏത് വണ്ടിയാണ് ഓവർടേക്കിംഗ് വെഹിക്കിളും ഉണ്ട്, ഓവർടേക്കൺ വെഹിക്കിളും ഉണ്ട്. ഓവർടേക്കൺ വെഹിക്കിൾ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഒരു സ്ലോ ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വെഹിക്കിളിനെ ഓവർടേക്ക് ചെയ്യും നമ്മളല്ലേ. ആ സ്ലോ മൂവിംഗ് വെഹിക്കിളിനെ വിളിക്കുന്ന പേരാണ് ഓവർടേക്കൺ വെഹിക്കിൾ എന്നും. ഓവർടേക്കിംഗ് വെഹിക്കിൾ എന്ന് പറയുമ്പോൾ ഞാനാണ് വണ്ടി ഓടിക്കുന്നത്, ഞാൻ വേറൊരു വണ്ടിനെ ഓവർടേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്റെ വണ്ടിനെ വിളിക്കുന്ന പേരാണ് ഓവർടേക്കിംഗ് വെഹിക്കിൾ. ഓക്കെ, പിന്നെ ഓപ്പോസിറ്റ് വെഹിക്കിൾ, ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ വേറെ വെഹിക്കിൾ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ 3 വെഹിക്കിൾ. അങ്ങനെ ഈ 3 വെഹിക്കിൾസിന്റെ കണ്ടീഷൻസ് വെച്ചിട്ടാണ് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഓവർടേക്കിംഗ് വെഹിക്കിൾ ആൻഡ് ഓവർടേക്കൺ വെഹിക്കിൾ, ഇതിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ്, ഓവർടേക്ക് ചെയ്യപ്പെടുന്ന വെഹിക്കിളിന്റെയും ഓവർടേക്കിംഗ് ചെയ്യുന്ന വെഹിക്കിളിന്റെയും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സ്കിൽ ആൻഡ് റിയാക്ഷൻ ടൈം ഓഫ് ഡ്രൈവർ, ഡ്രൈവറിന്റെ സ്കില്ലിനെ എന്തുകൊണ്ടും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതാണെങ്കിൽ റിയാക്ഷൻ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. റേറ്റ് ഓഫ് ആക്സിലറേഷൻ ഓഫ് ഓവർടേക്കിംഗ് വെഹിക്കിൾ, അത്യാവശ്യം സ്പീഡിൽ തന്നെ ഓവർടേക്ക് ചെയ്യണം. അതായത് സ്ലോ മൂവിംഗ് വെഹിക്കിൾസിനെ കാട്ടിൽ കൂടുതൽ സ്പീഡിൽ വണ്ടി ഓടിച്ചാലേ നമുക്ക് ഓവർടേക്കിംഗ് നടക്കത്തുള്ളൂ. പിന്നെ ഗ്രേഡിയന്റ് ഓഫ് ദ റോഡ്, കയറ്റം ഉള്ള സ്ഥലത്തൊന്നും ഓവർടേക്കിംഗ് അങ്ങനെ അലൗഡ് അല്ല ആസ് പെർ റൂൾ. ഓക്കെ, അങ്ങനെയുള്ള ഗ്രേഡിയന്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് അതിനെ ഡിഫൈൻ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അനാലിസിസ് ഓഫ് OSD. അനാലിസിസ് ഓഫ് OSDയിലോട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നമുക്കൊരു വലിയൊരു പടമൊക്കെ ഞാൻ വരച്ചിട്ടുണ്ട്. നോക്കിയേ എന്തൊക്കെയാണ്. ഇത് റോഡാട്ടോ. ഈ റോഡിന്റെ സെൻട്രൽ ലൈനാണ് ഞാൻ ഈ വരച്ചേക്കുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഡയറക്ഷനിൽ മൂവ്മെന്റും ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഡയറക്ഷനിൽ മൂവ്മെന്റും ആണ്. കുറെ വെഹിക്കിൾസ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും ഒരു വെഹിക്കിൾ, ഒരേ വെഹിക്കിൾ തന്നെയാണ് കേട്ടോ. എ എന്നൊക്കെ പറയുന്ന ഒരു ഒറ്റ വെഹിക്കിൾ, ബി എന്ന് പറയുന്ന ഒരു വെഹിക്കിൾ ഉണ്ട്, സി എന്ന് പറയുന്ന ഒരു വെഹിക്കിൾ ഉണ്ട്. രണ്ടെണ്ണം വെച്ച് വരച്ചേക്കുന്നത് എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. ഒരു കഥ കണക്ക് നിങ്ങൾ കേട്ടിരിക്കുക. എ എന്ന് പറയുന്ന ഒരു വെഹിക്കിൾ ആയിരുന്നു. അത് അത്യാവശ്യം നല്ല ഡിസൈൻ സ്പീഡിൽ, അതിന്റെ ഡിസൈൻ സ്പീഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ റോഡിന്റെ ഡിസൈൻ സ്പീഡ് ഫോർ എക്സാമ്പിൾ ഒരു 100 km/h ആണെന്നുണ്ടെങ്കിൽ ആ 100 km/h നല്ല സമാധാനമായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് ഇവിടെ എത്താറായപ്പോഴത്തേക്കും നോക്കിയപ്പോൾ എന്ത് പറ്റി, ബി എന്ന് പറയുന്ന ദൂരെ നോക്കിയപ്പോൾ ബി എന്ന് പറയുന്ന ഒരു വെഹിക്കിൾ വിച്ച് ഇസ് എ സ്ലോ മൂവിംഗ് വെഹിക്കിൾ, അത് ഡിസൈൻ സ്പീഡിലല്ല. ഫോർ എക്സാമ്പിൾ ഒരു 100 നിന്നും ഒരു കുറഞ്ഞൊരു 60 km/h എന്ന് പറയുന്ന സ്പീഡിലേ അത് പോകുന്നുള്ളൂ. അപ്പൊ ഫ്രണ്ടിൽ നോക്കുമ്പോൾ എന്താണ്, ഒരു ഒബ്സ്ട്രക്ഷൻ കണ്ടു. അപ്പൊ ഒബ്സ്ട്രക്ഷൻ കണ്ടപ്പോൾ ആ ഒബ്സ്ട്രക്ഷൻ കണ്ടതിന് ശേഷം ഈ വെഹിക്കിള് 100 km/h എന്ന് പറയുന്ന സ്പീഡിൽ നിന്നും ഒന്ന് സ്പീഡ് കുറച്ച് ഇതിന്റെ സ്പീഡുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഇതിന്റെ പുറകെ നിന്നു. എന്തിനാണ്, ഓവർടേക്കിംഗ് ചെയ്യുന്ന ആ ഒരു ഫ്ലോയിൽ തന്നെ ചെയ്തു പോകുന്നതിന് പകരം ആദ്യമേ എന്ത് ചെയ്തു, 60 km/h എന്ന് പറഞ്ഞു പോകുന്ന ഈ സ്ലോ മൂവിംഗ് വെഹിക്കിൾ ആയിട്ടുള്ള ബി ആ സ്പീഡിൽ തന്നെ ഒന്ന് 100-ൽ നിന്ന് കുറച്ച് ഒരു 60 km എത്തിച്ച് അതിന്റെ പുറകിൽ ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ഫ്രണ്ടിലോട്ട് കുറേ നേരം പോയി. ആ ഡിസ്റ്റൻസ്, അതിന്റെ ഇടയ്ക്ക് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത ഡിസ്റ്റൻസിനെ ഞാൻ എന്തെന്ന് വിളിച്ചു, എസ് എന്ന് പറഞ്ഞ് വിളിച്ചു. എന്നിട്ട് ഇവർ ഓവർടേക്കിംഗ്, എ എന്ന് പറയുന്നത് ഇതിനെ ഓവർടേക്കിംഗ് ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. വിച്ച് മീൻസ് അപ്പൊ ഞാൻ ഓവർടേക്ക് ചെയ്യുകയാണ്. ഓവർടേക്ക് ചെയ്യുന്നതിന്റെ പാത്താണ് ഞാൻ കാണിക്കുന്നത്. ഇത് ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് ഇവിടെ എത്തി. അങ്ങനെ ഓവർടേക്ക് ചെയ്യുമ്പോൾ ബി എന്ന് പറയുന്ന വെഹിക്കിള് അവിടെ മൂവ് ചെയ്യാണ്ട് ചലനമില്ലാണ്ടിരിക്കുവോ? ഇല്ല, അത് ഓവർടേക്ക് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ കുറച്ച് ഡിസ്റ്റൻസ് ഇങ്ങനെ മൂവ് ചെയ്തിട്ടുണ്ടാവും. വിച്ച് മീൻസ് അത് ബി എന്ന് പറയുന്നത് ഈ പോയിന്റിൽ നിന്നും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടാവും. ആ ഡിസ്റ്റൻസ്, അതായത് എ ബിനെ ഓവർടേക്ക് ചെയ്യുന്ന ടൈമിൽ ഈ സ്ലോ മൂവിംഗ് വെഹിക്കിൾസ് എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തോ ആ ഡിസ്റ്റൻസിനെ ഞാൻ മാർക്ക് ചെയ്ത് എന്താണ്, സ്മോൾ ലെറ്റർ ബി എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തു. എന്നിട്ട് ഇത് ഫ്രണ്ടിൽ കയറി, ഓവർടേക്ക് ചെയ്ത് ഫ്രണ്ടിൽ കയറിയപ്പോൾ ഈ ഫ്രണ്ടിൽ കയറിയ ടൈമിൽ ഇത് ഇടയ്ക്ക് ഒരു ഡിസ്റ്റൻസ്, സെന്റർ ടു സെന്റൻസ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് തന്നെയാണ് അവിടെ നിന്നത്. ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതും ഇവിടുത്തെ ഈ ഡിസ്റ്റൻസ് തന്നെയായിരിക്കും കീപ്പ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തേക്കുന്നത്. ഇവിടെ കീപ്പ് ചെയ്ത സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും ഇവിടെ
കീപ്പ് ചെയ്യുന്നത്. അപ്പം എസ് അപ്പൊ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് പറയുമ്പോൾ എസ് പ്ലസ് ബി പ്ലസ് എസ് എന്നുള്ള രീതിയിൽ വരും. ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി വേറൊരു കേസ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിലൂടെ വേറൊരു വെഹിക്കിൾ ഇത് അപ്രോച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഓവർടേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ സി ഇവിടെ ആയിരുന്നു. ഓവർടേക്ക് ചെയ്ത് ഇവിടെ എത്തിയപ്പോഴത്തേക്കും സി ഒരു ഡിസ്റ്റൻസ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തിട്ടുണ്ടാവും. ആ സി മൂവ് ചെയ്ത ഡിസ്റ്റൻസിനെ ഞാൻ ഇവിടെ എന്തെന്ന് വിളിച്ചു? D3. അങ്ങനെ ഈ ഫസ്റ്റ് ഡിസ്റ്റൻസിനെ, അതായത് ഇത് 100 km/h നിന്നും ഇതിന്റെ സ്ലോ മൂവിംഗ് വെഹിക്കിളിന്റെ സ്പീഡുമായിട്ടൊന്ന് മാച്ച് ചെയ്ത് സ്പീഡ് കുറച്ച് ഇവിടെ എത്തി. ആ ഡിസ്റ്റൻസിനെ ഞാൻ D1 എന്നും, അത് കഴിഞ്ഞ് ഓവർടേക്ക് ചെയ്യാൻ എടുത്ത ഡിസ്റ്റൻസിനെ D2 എന്നും, ആ ടൈമിൽ ഓവർടേക്കിംഗ് നടക്കുന്ന ടൈമിൽ സി മൂവ് ചെയ്ത ഡിസ്റ്റൻസിനെ ഞാൻ D3 എന്നും മാർക്ക് ചെയ്തു. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ, ഈ ഒരു ഫിഗർ നല്ല വൃത്തിയായിട്ട് ഇതേണക്ക് മനസ്സിലാക്കി എടുത്ത് വരയ്ക്കുക. ഓക്കെ, വരച്ചിട്ട് ഇനി അടുത്ത് നോക്കാം എന്തൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ. D1 എന്ന് പറയുന്നത് ഇതിനൊക്കെ എഴുതി വെക്കണം. D1 എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഓവർടേക്കിംഗ് വെഹിക്കിൾ എ ഡ്യൂറിംഗ് ദ റിയാക്ഷൻ ടൈം T ഫ്രം A1 to A2. ഇവിടെ A1 എന്ന് പറയുമ്പോൾ ഇതും A2 എന്ന് പറയുന്നത് ഇതുമാണ്. ഓക്കെ, എന്താണ്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ഓവർടേക്കിംഗ് വെഹിക്കിൾ എ ഡ്യൂറിംഗ് ദ റിയാക്ഷൻ ടൈം T ഫ്രം പൊസിഷൻ A1 to A2. അതായത് ഒരു 100 km/h എന്ന് പറയുന്ന ഒരു സ്പീഡിൽ വന്നുകൊണ്ടിരുന്ന വെഹിക്കിള് പെട്ടെന്ന് എന്ത് പറ്റും? ബി എന്ന് പറയുന്ന ഒരു സ്ലോ മൂവിംഗ് വെഹിക്കിളിനെ കാണുമ്പോൾ ഒന്ന് ബ്രേക്ക് ചവിട്ടി ബി എന്ന് പറയുന്ന സ്പീഡിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യണം. അതിനെയാണ്. അപ്പൊ അവിടുത്തെ റിയാക്ഷൻ ടൈമിനെ ഞാൻ എന്തെന്ന് വിളിച്ചു? T എന്ന് വിളിച്ചു. ആ റിയാക്ഷൻ ടൈമിൽ മൂവ് ചെയ്ത ഡിസ്റ്റൻസിനെയാണെന്ന് വിളിച്ചത് D1 എന്ന് വിളിച്ചത്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയാം എന്റെ വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്താ? വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താ? Velocity is equal to distance by time ആണ്. Therefore this distance can be written as velocity. ഈ ടീനെ ഇവിടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? Velocity into time. ഓക്കെ ആണല്ലോ? അപ്പൊ എനിക്ക് ഇവിടുത്തെ ഈ D1 ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിച്ചൂടെ? D1 എക്സ്പ്രഷൻ കണ്ടുപിടിച്ചൂടെ? D1 will be equal to എന്താണ്? ഏത് വെലോസിറ്റി ഞാൻ എടുക്കും? VB into T എന്ന് എഴുതാം. എന്താണ്? VB into T. ഓക്കെ ആണല്ലോ? അടുത്തത് ഇനി D2 എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? D2 ഇവിടെ നമുക്ക് ടി വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ, നേരത്തെ SSDയുടെ കേസിൽ നമ്മൾ ടി വാല്യൂ അസ്യൂം ചെയ്തുകൊണ്ടിരുന്നത് 2.5 seconds ആണ്. OSDയുടെ കേസിൽ ടി വാല്യൂ റിയാക്ഷൻ ടൈം തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അസ്യൂം ചെയ്യേണ്ടത് എത്രയാണ്? 2 seconds ആണ്. അപ്പൊ എനിക്ക് D1 ഒരു എക്സ്പ്രഷൻ കിട്ടി. ഇനി D2 എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? D2 can be written as D2 എന്ന് പറഞ്ഞപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെ ഡിസ്റ്റൻസ് ആണ്. which can be written as D2 equal to S plus B plus S. അതായത് 2S plus B എന്ന് എഴുതി കൂടെ? 2 S ഉണ്ട്, ഒരു B ഉണ്ട്. ഇത് മൂന്നും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് D2 എന്ന് പറയുന്നത് അല്ലെ? അത് അവിടെ നിൽക്കട്ടെ, അതിനൊരു എക്സ്പ്രഷൻ അവിടെ നിൽക്കട്ടെ. അപ്പൊ D2 ഒരു എക്സ്പ്രഷൻ കിട്ടി. ഇനി D3 എന്താന്ന് നോക്കിയേ? D3 ഈക്വൽ ടു ഈ സി എന്ന് പറയുന്ന വെഹിക്കിൾ ഡിസൈൻ സ്പീഡിൽ തന്നെ മൂവ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക കേട്ടോ. ഇവിടെ എന്തുകൊണ്ടാണ് ബി എന്ന് ഇട്ടത്? ബി എന്ന് പറയുമ്പോൾ സ്ലോ മൂവിംഗ് വെഹിക്കിളിന്റെ സ്പീഡാണ് ഇത് അറ്റൈൻ ചെയ്തേക്കുന്നത്. എയിൽ നിന്നും A2 എന്ന് പറയുമ്പോഴത്തേക്കും സ്ലോ മൂവിംഗ് വെഹിക്കിളിന്റെ സ്പീഡിലോട്ട് അത് അറ്റൈൻ ചെയ്യുവാണ്. വിച്ച് മീൻസ് അവിടെ ഡിസൈൻ സ്പീഡ് അല്ല ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ബി എന്ന് പറയുന്നത് എന്താണ്? സാധാരണ നോർമൽ സ്പീഡാണ്. അതായത് ഈ സ്ലോ മൂവിംഗ് വെഹിക്കിൾസിന്റെ സ്പീഡിന്റെ കൺസെപ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. സി എന്ന് പറയുന്ന സ്പീഡ് മൂവ് ചെയ്യുന്നത് ഡിസൈൻ സ്പീഡിലാണ്, വിച്ച് ഇസ് 100 km/h. ഞാൻ അസ്യൂം ചെയ്ത വാല്യൂ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടുത്തെ D3 എനിക്ക് എന്തെന്ന് എഴുതാം? ഡിസൈൻ സ്പീഡ് ഇൻറ്റു ക്യാപിറ്റൽ T, വേർ ക്യാപിറ്റൽ T അവിടെ ഞാൻ സ്മോൾ ലെറ്റർ T എന്ന് പറയുന്നത് റിയാക്ഷൻ ടൈമും, ഈ ക്യാപിറ്റൽ T എന്ന് പറയുന്നത് എന്താണ്? ഈ ഓവർടേക്കിംഗ് നടക്കാനായിട്ട് എടുക്കുന്ന ടൈമിനെയാണെന്ന് വിളിക്കുന്നത് ക്യാപിറ്റൽ T. A2 നിന്നും ഇത് A3 എത്താനായിട്ട് എടുക്കുന്ന ഈ ടൈമിനെ വിളിക്കുന്നതാണ് ക്യാപിറ്റൽ T. ഓക്കെ ആണല്ലോ? അതേ കണക്കിന് ഈ B1 നിന്നും B2 ഇത് മൂവ് ചെയ്യുന്നതും ഏത് ടൈമിലായിരിക്കും? ഈ ഓവർടേക്കിംഗ് നടക്കുന്ന ടൈമിൽ മൂവ് ചെയ്തതാണിത് അല്ലെ? അപ്പം അതിനെയാണ് ക്യാപിറ്റൽ T. ആ ടൈമിൽ തന്നെ ആയിരിക്കും ഈ C1 നിന്നും ഇത് C2 ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്തെത്തുന്നത്. Therefore ക്യാപിറ്റൽ T എന്ന് പറയുന്നത് ടൈം ട്രാവൽഡ് ഡ്യൂറിംഗ് ദ ഓവർടേക്കിംഗ് പ്രോസസ് ഇസ് ഡൺ. ഓക്കെ ആണല്ലോ? അപ്പൊ ക്യാപിറ്റൽ T. അപ്പൊ D3 ഒരു എക്സ്പ്രഷനായി, D2 ഒരു എക്സ്പ്രഷനായി, D1 ഒരു എക്സ്പ്രഷനായി. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മുടെ OSD, ഇനി OSDക്ക് ഒരു എക്സ്പ്രഷൻ ഇതിൽ നിന്നും കണ്ടുപിടിക്കാം. അപ്പൊ ഞാൻ OSDയുടെ വാല്യൂ എടുത്ത് എഴുതുവാണ്. OSD ഈസ് ഈക്വൽ ടു എനിക്ക് എന്തെന്ന് എഴുതാം? കിട്ടിയ D1 പ്ലസ് D2 പ്ലസ് D3. അങ്ങനെ D1 പ്ലസ് D2 പ്ലസ് D3. D1 എക്സ്പ്രഷൻ എന്തായിരുന്നു? VB into T, സ്മോൾ ലെറ്റർ T, പ്ലസ് D2 എക്സ്പ്രഷൻ എന്തായിരുന്നു? 2S പ്ലസ് B പ്ലസ് D3 എക്സ്പ്രഷൻ എന്തായിരുന്നു? ക്യാപിറ്റൽ V into ക്യാപിറ്റൽ T. അപ്പൊ ഇതാണ് നമ്മുടെ OSDയുടെ എക്സ്പ്രഷൻ. ഇഫ് ഇൻ ദ കേസ് അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലൂടെ കണ്ടുവരുന്നില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് 0 ആയിട്ട് കൺസിഡർ ചെയ്ത് വിടാം. അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ചിലപ്പോൾ എന്തായിരിക്കും? ബി ഒക്കെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും, ഈ എസും ബി ഒന്നും തന്നിട്ടുണ്ടാവത്തില്ല. അപ്പൊ ആ എസും ബിയും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. എസ് എന്ന് പറയുന്നത്
എസ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇത് എഴുതി വെച്ചോ. എസ് ഇസ് ഈക്വൽ ടു 0.7 VB പ്ലസ് എൽ. ഇതാണ് 0.7 VB പ്ലസ് എൽ എന്ന് പറയുന്ന ഈ ഇക്വേഷൻ വേണം എസ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യേണ്ടത്. എൽ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? എൽ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി വെഹിക്കിൾ ആണ്. ലെങ്ത് ഓഫ് ദി വെഹിക്കിൾ അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് 6 മീറ്റർ എന്ന് പറയുന്ന വാല്യൂ ആണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ എല്ലിന്റെ വാല്യൂ എത്ര എടുക്കണം? 6 മീറ്റർ. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് വേണം യൂസ് ചെയ്യാൻ. അപ്പൊ എസ് കണ്ടുപിടിക്കാനുള്ളതായല്ലോ. പിന്നെ അടുത്ത എന്താണ്? ബി എന്ന് പറയുന്നത് എന്തായിരുന്നു? ആ ഒരു ഫിഗർ നോക്കി, ബിവർ നിങ്ങൾ വരച്ചെടുത്ത ഫിഗറിനകത്തോട്ട് നോക്കിയേ. ബി എന്ന് പറയുന്നതാണ് ഓവർടേക്ക് ചെയ്യപ്പെടുന്ന ടൈമിൽ ബി എന്ന് പറയുന്ന വെഹിക്കിൾ B1 നിന്നും B2 അല്ലെ മൂവ് ചെയ്യുന്ന ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്മോൾ ലെറ്റർ ബി എന്ന് പറഞ്ഞ് നൊട്ടേറ്റ് ചെയ്തത്. ആ സ്മോൾ ലെറ്റർ ബി എന്ന് പറയുന്ന വെഹിക്കിള് മൂവ് ചെയ്യുന്നത് തന്നെ സ്ലോ മൂവിങ്ങിലാണ് അല്ലെ. അപ്പൊ എനിക്ക് അതിനെ ആ ഒരു ഡിസ്റ്റൻസിനെ എന്തെന്ന് വിളിക്കുന്നത്? ബി എന്ന് പറഞ്ഞത്. സ്മോൾ ലെറ്റർ ബിനെ എന്തെന്ന് വിളിക്കാം? അത് മൂവ് ചെയ്യുന്ന സ്പീഡ് എത്രയാണ്? മൂവ് ചെയ്യുന്ന സ്പീഡ് സ്ലോ സ്പീഡ് അല്ലെ, VB ഇൻറ്റു അത് മൂവ് ചെയ്യപ്പെടുന്നത് എപ്പോഴാണ്? മറ്റേ എ എന്ന് പറയുന്ന വെഹിക്കിൾ ഇങ്ങനെ ഓവർടേക്ക് ഇപ്പുറത്തേക്ക് കയറുന്ന ടൈമിലാണ്. ഓവർടേക്കിംഗ് ടൈമിൽ മൂവ് ചെയ്യുന്നതാണ് ഓവർടേക്കിംഗ് ടൈം ഈസ് നോട്ടഡ് ആസ് ക്യാപിറ്റൽ T, therefore VB into T. അപ്പൊ എനിക്ക് എസിന്റെയും VB ഇതിന്റെയും ഇക്വേഷൻ കിട്ടി. therefore 2s plus b എന്ന് പറയുന്നത് എന്തെന്ന് എഴുതാം? D3 equal to 2s plus b എന്നറിയാം, which can be written as 2 into 0.7 VB plus L പ്ലസ് VBT. ഇങ്ങനെ എഴുതാം. D3നെ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെയും കൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. 2s plus b എന്നാണ് എന്റെ ഇക്വേഷൻ വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് 2 into s is 0.7 VB plus L plus VB into T. ഇതെന്ന് പറയുന്നത് എന്താണ്? സ്മോൾ ലെറ്റർ ബിക്കുള്ള എക്സ്പാൻഷൻ ആണ്. അപ്പം ഇങ്ങനെ ഇത്ര ഇക്വേഷൻസും എക്സ്പാൻഷൻസും എഴുതി വെക്കുക. ഇനി നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ, ഇനി ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ എന്ത് തരത്തില്ല? ക്യാപിറ്റൽ T എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ തരത്തില്ല. ക്യാപിറ്റൽ T എന്ന് പറയുന്നത് എന്താണ്? ഓവർടേക്ക് ചെയ്യാനായിട്ട് എടുക്കുന്ന ടൈം പീരീഡ്. അത് തരണം എന്നില്ല. അപ്പൊ അത് കണ്ടുപിടിക്കണം. ഓവർടേക്കിംഗ് ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കൂടെ ഒന്ന് എഴുതി വെച്ചേ. ഓവർടേക്കിംഗ് ടൈം എന്ന് പറയുമ്പോഴത്തേക്കും ക്യാപിറ്റൽ T കണ്ടുപിടിക്കുമ്പോൾ എഴുതേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് 4s plus a ആണ്. 4s by a where root of 4s by a. ഈ ഒരു ഇക്വേഷൻ കൂടെ ഒന്ന് എഴുതി വെച്ചേ. T equal to root of 4s divided by a. But a is the acceleration in meter per second. എന്താണ്? meter per second square. meter per second square acceleration ആണ് എന്ന് പറയുന്നത് a എന്ന് പറയുന്നത്. s എന്ന് പറയുന്നത് തൊട്ടു മുന്നേ നമ്മൾ പറഞ്ഞ ഇക്വേഷൻ 0.7 VB plus L എന്ന് പറയുന്ന ഇക്വേഷനിൽ നിന്നും കിട്ടുന്ന s വാല്യൂ. അത് 4s plus a root 4s plus a എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ T വാല്യൂ കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഒരു OSTയുടെ വാല്യൂ ചെയ്യേണ്ടത്. ഇനി ഇൻ ദ കേസ് വെയർ T ഈക്വൽ ടു ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്, റൂട്ട് ഓഫ് 14.4 ഡിവൈഡ് ബൈ ക്യാപിറ്റൽ A, വെയർ ക്യാപിറ്റൽ A is also acceleration but in കിലോമീറ്റർ പെർ അവർ. കിലോമീറ്റർ പെർ അവർ ഇങ്ങനെയുള്ള ഒരു കേസിലും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഇവിടെ ആക്സിലറേഷൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലാണെന്നുണ്ടെങ്കിൽ 4s by a. ഇനി കിലോമീറ്റർ പെർ അവർ ആണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യേണ്ടത് എന്താണ്? 14.4 ഡിവൈഡ് ബൈ a, where a is കിലോമീറ്റർ പെർ അവർ. ഇങ്ങനെയുള്ള വാല്യൂസ് ആണ് അറിഞ്ഞിരിക്കേണ്ടത്. ഇഫ് VB ഇസ് നോട്ട് ഗിവൺ, ആ വാല്യൂ കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. എന്താണ് പറഞ്ഞിരിക്കുന്നത്? VB വാല്യൂ ക്വസ്റ്റ്യനിൽ തരുന്നില്ല എന്നുണ്ടെങ്കിൽ, VB വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ V വിച്ച് ഇസ് ഡിസൈൻ സ്പീഡിൽ നിന്നും 16 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്ന ഒരു വാല്യൂ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? VB കിട്ടും. ഇത് ഏത് കേസിൽ മാത്രമാണ്? VB തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യേണ്ട കണ്ടീഷൻ ആണ് VB is equal to V minus 16 കിലോമീറ്റർ പെർ അവർ. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇനി 2 വേ ട്രാഫിക് അല്ല 1 വേ ട്രാഫിക് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മുടെ ഈ മൂന്നാമത്തെ വണ്ടി, അതായത് മൂന്നാമത്തെ വണ്ടിയിൽ നിന്ന് C എന്ന് പറയുന്ന വെഹിക്കിൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന വെഹിക്കിളിന്റെ ക്യാൻസൽ ഔട്ട് ചെയ്ത് കളയാൻ പറ്റും. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇതാണ് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്. ഓക്കെ, ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇനി ചെയ്യാനുള്ളത്. നമുക്ക് ഓവർടേക്കിംഗ് സോണും കൂടെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ്. ഓക്കെ, അടുത്താണ് ഓവർടേക്കിംഗ് സോൺ. എന്താണ് ഓവർടേക്കിംഗ് സോൺ എന്ന് പറയുമ്പോൾ? ഇറ്റ് ഇസ് എ സോൺ ഓർ ഏരിയ അലോങ് ദ റോഡ് മെന്റ് ഫോർ ഓവർടേക്കിംഗ്. ഓവർടേക്കിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യാനായിട്ട് അനുവദിച്ചിട്ടുള്ള ഒരു പർട്ടിക്കുലർ സോൺ ഉണ്ടാവും. ആ സോണിനെയാണ് നമ്മൾ, അതായത് ആ പർട്ടിക്കുലർ സോണിലായിരിക്കും ഓവർടേക്കിംഗ് അലൗഡ് ആയിട്ടുള്ളത്. ചില കെർവിലൊന്നും ഓവർടേക്കിംഗ് അലൗഡ് അല്ല. അപ്പൊ ആ പർട്ടിക്കുലർ സോണിൽ ഓവർടേക്ക് വേണമെങ്കിൽ ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മളൊരു പെർമിഷൻ കൊടുക്കുന്നതിനാണ് ഓവർടേക്കിംഗ് സോൺ എന്ന് പറയുന്നത്. ഓവർടേക്കിംഗ് സോണിന്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ 3 times OSD ആണ് എടുക്കേണ്ടത്. OSD കിട്ടുന്ന കാൽക്കുലേറ്റ് ചെയ്ത് D1 plus D2 plus D3 എന്ന് പറഞ്ഞ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിനെ 3 times, അതിന്റെ 3 times ആണ് ഓവർടേക്കിംഗ് സോൺ എന്ന് പറയുന്നത്. ഡിസൈറബിൾ ലെങ്ത് എന്ന് പറയുന്നത് 5 times OSD ആണ്. പക്ഷെ നമ്മൾ സാധാരണഗതിയിൽ കൊടുക്കുന്നത് 3 times ആയിരിക്കും.
ഇതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതാണ് ഓവർടേക്കിംഗ് സോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസിന്റെ പ്രോബ്ലംസ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ ആണല്ലോ.